ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാനൊരു ലെങ്തി വ്ളോഗ് ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമുക്കൊരു ലെങ്തി വ്ളോഗ് ഇടാം. അപ്പോൾ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ രാവിലെ അല്ല കേട്ടോ, ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 11:30 ഉച്ചയാവാറായി. അപ്പം ഞാനൊരു സ്ഥലം വരെ വന്നിരിക്കും. എനിക്കൊരു ക്യാമറ ലൈറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ക്യാമറ ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ഒരു നോർമൽ ആവശ്യത്തിൽ വരുന്ന സാധനങ്ങളല്ലല്ലോ, എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പൊതുവേ ഇങ്ങനെ ഒത്തിരി പൈസ കൊടുത്തൊന്നും മേടിക്കാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കും ആർക്കെങ്കിലും വേണ്ടാത്തതായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് മേടിക്കാറ്. കാരണം എൻ്റെ പോലെ തന്നെ ഇങ്ങനെ ചാടി കയറി, ചിലപ്പം എൻ്റെ പോലെ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ച് ചാടി കയറി നല്ല പുതിയ സാധനമൊക്കെ മേടിച്ചിട്ട് അത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ ലൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു ഇന്നലെ. അപ്പോൾ അത് പുത്തൻ സംഭവമാണ്. അപ്പോൾ പുള്ളിക്കാരി അത് യൂസ് ചെയ്തിട്ടേ ഇല്ല, മേടിച്ചിട്ട് അതുപോലെ പാക്കറ്റ് വെച്ചേക്കുവാണ്. സോ പുള്ളിക്കാരി മേടിച്ചതിൻ്റെ പകുതി പൈസയ്ക്കാണ് ഇതിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ വെറുതെ പുത്തൻ മേടിച്ച് വെറുതെ പൈസ കളയുന്നത്. സോ ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്നൊരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ സ്ഥലത്തോട്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ്, പിന്നെ ഞാനിങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിക്കാനുള്ള സാധനമാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് പ്ലാന്റ്സിനോട് ചെറിയൊരു ഭ്രാന്തുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ്സ് മേടിക്കണമെന്ന് എനിക്കിങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരും. അങ്ങനെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കിയിട്ട് പ്ലാന്റ്സ് ആരെങ്കിലും ഇങ്ങനെ വെറുതെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് മേടിക്കാറ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ യാത്രകൾ എനിക്ക് ഉള്ളതാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു പരിപാടിയാണ്. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരാറ്. സോ ഇറ്റ്സ് ലൈക്ക്, അപ്പം നമ്മളിങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കുമ്പോൾ നമുക്ക് പുതിയ സ്ഥലത്തായിരിക്കുമല്ലോ, ഓരോരുത്തർ ചിലപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും പ്ലാൻസ് ഒക്കെ ഉള്ളത് ആയിരിക്കുമല്ലോ. അപ്പോൾ ഐ ക്യാൻ ഗോ ടു ന്യൂ പ്ലേസസ്. ലൈക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേനും എനിക്ക് ഈ പെൻസിൽവേനിയ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലോട്ട് എവിടെ പോയാലും നല്ല രസമാണ്, നല്ല പച്ചപ്പും ഹരിതാപവും, ലൈക്ക് നല്ല പരവതാനി വിരിച്ച എന്താ പറയുന്ന കുന്നുകളും ഒക്കെ ആയിട്ട് സോ ബ്യൂട്ടിഫുൾ. അപ്പം നമ്മൾ എങ്ങോട്ട് ട്രാവൽ ചെയ്യാം, ഞാൻ കാറ് ഓഫ് ചെയ്യട്ടെ കുറേ നേരം. എങ്ങോട്ട് ട്രാവൽ ചെയ്താലും എങ്ങോട്ട് ട്രാവൽ ചെയ്താലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഓരോ സാധനങ്ങൾ തപ്പി മേടിക്കാൻ പോകുമ്പോൾ ഉള്ള എൻ്റെ യാത്ര ആൻഡ് ഓൺ ദ വേ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാരണം എനിക്ക് നിങ്ങൾ രണ്ടും കൂടെ ഡ്രൈവിങ്ങും ചുറ്റുമുള്ള കാഴ്ചകളും എല്ലാം കൂടെ ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. സോ എനിവേ, ഇന്നത്തെ ഈ രാവിലത്തെ ഈ ഡ്രൈവ് ഐ റിയലി എൻജോയ്. ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ പ്ലേസസ് ആയിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതിൻ്റെ വഴികളൊക്കെ കാണിച്ചു തരാം. സോ എനിവേ, ദാറ്റ്സ് ഇറ്റ്. സോ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ആൻഡ് ഫസ്റ്റ് ഞാൻ പോയിട്ട് എൻ്റെ സംഭവം മേടിച്ചിട്ട് വരട്ടെ. സീ യു ലേറ്റർ. സോ അപ്പം നമ്മുടെ സാധനം മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോകുന്ന വഴിക്ക് ഈ വഴിയും ഒക്കെ കാണിച്ചു തരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കുറച്ച് കഴിയുമ്പം ഈ ക്യാമറ എല്ലാം തലകുത്തി താഴെ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ ഗൈസ്, എനിക്ക് അടിപൊളി ഒരു ക്യാമറ ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ക്യാമറ ലൈറ്റ് അത്യാവശ്യമായിരുന്നു. കാരണം ഇവിടെ നമുക്ക് ഒരിക്കലും സൺലൈറ്റ് ഡിപ്പെൻഡ് ചെയ്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നിൽക്കുന്ന ഇപ്പോഴായിരിക്കും സണ്ണിൻ്റെ വിധം മാറി തിരിച്ച് അപ്രതീക്ഷിതമാകുന്നത്. സോ അങ്ങനെ ഞാൻ ഈ ക്യാമറ ലൈറ്റ്, നല്ല ക്യാമറ ലൈറ്റ്, പുത്തൻ, എന്താ പറയുന്ന, അവരത് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല. അവർ വേണ്ടി വരുമെന്ന് വിചാരിച്ചു മേടിച്ചു, പിന്നെ അവരത് ഓപ്പൺ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിന് ആമസോണിൽ ഇറ്റ്സ് ലൈക്ക് $60 അങ്ങനെ എന്തോ ആണ്. അവരെനിക്ക് തന്നത് $30 $60 എൻ്റെ എടുക്കാനില്ലായിട്ടോ പൈസ ഇല്ലായിട്ടോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ വെറുതെ എനിക്ക് അതൊരു എക്സ്ട്രാ ചിലവായിട്ട് എനിക്ക് തോന്നും. അപ്പം ഒത്തിരി പൈസ കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താ പറയുന്ന, അങ്ങനെയാണ്. ഇനിയിപ്പോൾ എത്ര പൈസ ആയാലും ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഇതെനിക്ക് ആവശ്യമാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് പാഷൻ ഫോർ മീ. ഞാനിപ്പം യൂട്യൂബ് ചെയ്യുന്നത് എൻ്റെ വേറൊരു പാഷൻ കാരണമാണ്. അതല്ലാതെ ഇതിൽ നിന്ന് എനിക്ക് ഏർണിങ്സോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഏർണിങ്സ് ചെയ്യാമെന്നോ അങ്ങനെയുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. കാരണം ഐ ആം ഓൺ പർട്ടിക്കുലർ വിസ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഞാനിപ്പം തൽക്കാലം ചെയ്യുന്ന ജോലി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനുള്ള സ്കോപ്പൊന്നുമില്ല. സോ അപ്പം എൻ്റെ ഒരു എക്സ്ട്രാ കാര്യമാണിത്. അപ്പം അതിന് വേണ്ടി ഒത്തിരി ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ ഒരു അഭിപ്രായമില്ല. ഇപ്പം എൻ്റെ ക്യാമറ താഴെ പോകും കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് പറ്റിയൊരു ക്യാമറ ലൈറ്റ് ദൈവം എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ട്രൈപോഡ് സ്റ്റാൻഡ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒപ്പിച്ചിട്ടുള്ളത്. ഒത്തിരി പൈസയൊന്നും അതിന് വേണ്ടി കളഞ്ഞിട്ടില്ല. ഐ എം സോറി ഗൈസ്,
ക്യാമറ ഞാൻ ശരിയാക്കാൻ പോയി എൻ്റെ ഫുൾ ഫോൺ ഉൾപ്പെടെ താഴെ വീണു. സോ ഞാനിപ്പം വഴി കാണിക്കാന്നുള്ള ആ ഒരു പരിപാടി ഞാൻ ഇവിടെ നിർത്തുവാണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ വീട്ടിൽ എത്തട്ടെ, നമുക്ക് കുക്കറി ഷോ ഇട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. കുച്ചും വിമിനും അകത്താണെന്ന് തോന്നുന്നു, രണ്ടുപേരും പുറത്തൊന്നും കാണാനില്ല, ഡോറൊക്കെ തുറന്ന് കിടക്കും. പെട്ടെന്ന് പോയിട്ട് ഇനിയും ചോറും കറിയും ഒക്കെ സെറ്റാക്കട്ടെ. ഇപ്പം സമയം കുറച്ച് ലേറ്റായി, 12:15 ആയി. ഇന്ന് നോക്കി, ഇന്ന് ഫുൾ ഒരു മഴ ക്ലൈമറ്റാണ്. ഇന്ന് ഫുൾ മൂടി കെട്ടിയിട്ടാണ്. ഇന്ന് സൺലൈറ്റ് ഇല്ല. ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ശനിയാഴ്ച സൺലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ സൺഡേ സൺലൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു മടിയും സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുവാണ്. ഹെൽപ്പ് ചെയ്യോ? കഴിക്കാതെ കഴിക്കും, ഫുൾ ഫിനിഷ് ചെയ്യും. നീ എടുക്കല്ലോ കേട്ടോ, ലാസ്റ്റ് വൺ. ജമ്പ് ചെയ്ത് കയറി. അപ്പൊ ഗൈസിനെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഹലോ ഗൈസ്, സീ മൈ ബീഫ്. നമ്മൾ എവിടെ നിന്ന് മേടിച്ചു ചോദിച്ചു? We bought it from a shop. എന്ത് ഷോപ്പ്? ബംഗ്ലാദേശി ഷോപ്പ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ബീഫ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞങ്ങൾ സാധാരണ ഇവിടെ കോസ്കോ എന്നൊക്കെയാണ് ബീഫ് മേടിക്കാറ്. പക്ഷെ നല്ല ബീഫൊക്കെ തന്നെ, പക്ഷെ നമ്മുടെ നാട്ടിലെ ബീഫിന്റെ ടേസ്റ്റ് അല്ല കേട്ടോ. സോ ഞങ്ങൾ ഇത്തവണ പോയിട്ട് ഒരു ബംഗ്ലാദേശി കടയിൽ നിന്ന് ഈ സംഭവം മേടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് അവർ തന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് തന്നു. കട്ട് ചെയ്ത് തന്നപ്പോ ഇവര് കട്ട് ചെയ്ത് തന്നപ്പോ കണ്ടോ, ഇത് ഭയങ്കര വലിയ പീസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ക്യാമറ പോയി നോക്കിട്ട് വരാം. കുച്ചിയോട് വെയിറ്റ് ചെയ്യും. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ ദ മാജിക്. അപ്പം എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനപ്പോൾ ഈ ബീഫ് മുറിച്ചെടുക്കട്ടെ. കുറച്ചധികം ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കാനായിട്ട് കുറേ അധികം സമയമെടുത്തു. ഞാൻ ക്യാമറ ലൈറ്റൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ബിബിനും കുച്ചും കൂടെ ഇവിടെ അടുത്തൊരു കടയിൽ പോയിട്ട് ഒരു ജ്യൂസും പിന്നെ കുറച്ച് പഴമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുച്ചു ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുച്ചു ആ ജ്യൂസ് കുടിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കും കുടിക്കാനായിട്ട് ഒരാഗ്രഹം. ഞാനപ്പം ആ ജ്യൂസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. അലോവേറയും പിന്നെ എന്താണെന്ന് ഞാൻ മറന്നുപോയി, വേറെ എന്തൊക്കെ ഇട്ട ഒരു ജ്യൂസ്. നമ്മൾ ഇന്ന് പറഞ്ഞ സ്ലഷ് ആയത് ഫ്രൂട്ട്സിന്റെ ഇങ്ങനെ പീസസ് ഉണ്ട്. ഇതെന്ത് സ്ലഷ് ആയിരുന്നു? പീച്ചാണ് ഇത്. മറ്റേ നല്ല. ഓക്കെ, ബൈ, ഹാവ് എ ഗുഡ് പോട്ടി. യെസ്. സൂപ്പർ. അങ്ങനെ അവസാനം ബീഫ് അരപ്പൊക്കെ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബിബിന് അവസാനം കിച്ചണിലോട്ട് കയറാമെന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന കാരണം ബിബിനെ അധികം ഞാൻ കിച്ചണിലോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കുക്കിംഗ് മുന്നോട്ട് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ബിബിനും പതുക്കെ കിച്ചണിൽ കയറി എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത് ഈ സ്ക്വാഷ് ഉണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോ ഒക്കെ എടുത്തു വന്നിട്ടുണ്ട്. പിന്നെന്താണോ വെച്ചു നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ സ്ക്വാഷിന്റെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ലാവൻഡർ ഫെൽ ഡൗൺ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് മുളക് വിത്ത് പാകിയില്ലായിരുന്നു. ശരിക്കും ഉണക്കമുളകൊന്നും വിത്തൊന്നും പാകി അങ്ങനെ കിളുക്കത്തൊന്നുമില്ല. ഞാനൊരു 100 മുളകിന്റെ വിത്ത് പാകിയിട്ട് എത്രയാണ് ഉച്ച കിളുത്തേക്കുന്നത്? 2 തൈ ഇതിനകത്ത്, ഒരു 2-3 തൈ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ അവൻ അവിടെ ഇരുന്നോട്ടെ, കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടട്ടെ. വെയിൽ കൊണ്ട് 5-6 മാസം വീടിനകത്ത് തന്നെ ഇരിക്കുന്നതല്ലേ വിൻ്ററിൽ. അപ്പം അവനിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പുറത്തിരിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കുക്കിങ്ങിന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡി വേണം ഗൈസ്. യെസ്. അപ്പോൾ ബീഫൊക്കെ സെറ്റാക്കി, ബീഫ് അടുപ്പിൽ വെച്ചു. വെണ്ടയ്ക്കയാണ് വെജിറ്റബിൾ. പിന്നെ ഞാൻ തൈരും ക്യാരറ്റും സബോളയും എല്ലാം കൂടെ ചേർത്തിട്ടൊരു സാലഡ് പോലെ ഉണ്ടാക്കും. ദാറ്റ്സ് ഫോർ ദ ലഞ്ച്. ഇതാണ് കേട്ടോ തൈരും ക്യാരറ്റും കുറച്ച് ഇഞ്ചിയും ഇച്ചിരി പച്ചമുളകും സബോള എല്ലാം കൂടെ ഇട്ട തൈര് സാലഡ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് അടിപൊളി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉള്ളത് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവാണ്. ഇത് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ ആർണിക്ക ഓയിലാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഫോളുള്ള കൂട്ടത്തിലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ മുടിയൊന്നും നേരെ നോക്കാതെ കുറേ കളറിങ് ഒക്കെ ചെയ്ത് എൻ്റെ മുടി മൊത്തം പാടിയായിരുന്നു. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേച്ച് അവസാനം കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാൻ നേരം മൊത്തം ഞാൻ ബീഫ് കഴിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് കോസ്കോയിൽ നിന്നായിരുന്നു സാറിന് ബീഫ് മേടിക്കാറ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുത്തെ ഒരു ബംഗ്ലാദേശി ബസാറിൽ നിന്ന് ബീഫ് മേടിച്ചു. അപ്പോൾ അവരിങ്ങനെ ലൈവായിട്ട് ബീഫ് കട്ട് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ബീഫൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ ഒരു ബീഫിൻ്റെ സ്മെല്ലൊക്കെ കിട്ടി. അപ്പം കറി വെച്ചപ്പോഴും നല്ലൊരു ബീഫിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. സാറിന് ഇവിടുത്തെ ബീഫ് കറി വെക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നാറില്ല. എങ്ങനെ ഓക്കെ. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ബീഫ് കറി, എങ്ങനെയുണ്ട് ബീഫും കൂട്ടി മുടി നിറച്ച് പിന്നെ ബീഫ് കഴിക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സമയം 2:30 ആയി കേട്ടോ. അപ്പം ഞാൻ കുളിച്ചൊക്കെ വന്നപ്പോൾ ലേറ്റ് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുച്ചുവിനോടും ബിബിനോടും അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു. അറിയത്തില്ല അവർ കഴിച്ചോന്ന്. അവർ കഴിച്ചോ ഇല്ലയോ നമുക്ക് താഴെ പോയി നോക്കാം. ഫുഡ് കഴിച്ചോ? ഞാൻ ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ജനലിൽ കൂടെ ഒരു കാഴ്ച കണ്ടു. ഒരു ലേഡി വന്നിട്ട് നമ്മുടെ കപ്പ് സൈഡിൽ ഒരു പെട്ടി വെച്ചിട്ട് പോയിരിക്കുന്നു. അവരതവിടെ വെച്ചിട്ട് എന്തൊക്കെ അതിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പോയി നോക്കാണ്ട് എൻ്റെ ക്യൂരിയോസിറ്റി ഉണർന്നിരിക്കുവാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പെട്ടി. അപ്പോൾ അതിലെന്താണ്, ഇനി വല്ല ബോംബാണെങ്കിലോ? അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, മിക്കവാറും എന്താണെന്നുള്ളത് ഞാൻ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. ലെറ്റ് us see what is that. Are you excited? വിപിൻ അവിടെ ഇരിക്കുന്നുണ്ട്. വിപിൻ പിന്നെ എൻ്റെ പരിപാടികളൊന്നും വിപിന് വലിയ പെട്ടി. ആ പെട്ടി എഴുതിയിരിക്കുന്നുണ്ടോ, സ്റ്റോറേജ് ട്രങ്ക് ഫ്രീ ടു എ ഗുഡ് ഹോം. കീ ഇല്ല, ഇത് ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം എന്നാണ് അവരവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, തൽക്കാലം എനിക്ക് വേണ്ട. ഓക്കെ, ബൈ ബൈ പെട്ടി. ഫ്രീ പെട്ടിയാണെന്ന് ഞാൻ പറയുമ്പോൾ വിപിൻ പറയാം തീപ്പെട്ടിയാണോന്നും. കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് ഓഫീസ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ എനിക്ക് ശനിയും ഞായറും വർക്ക് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമുള്ള പരിപാടിയല്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഹെക്റ്റിക് ആയതുകൊണ്ട് വർക്കൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയില്ലെന്നുണ്ട് ഈ ആഴ്ച എനിക്ക് ഇരട്ടി പണിയാവും എന്നുള്ളതുകൊണ്ട് മനസ്സോടെ ഞാൻ കുറച്ച് ഓഫീസ് വർക്കൊക്കെ ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഓഫീസ് വർക്കൊക്കെ ചെയ്തു. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും കുച്ചുവിൻ്റെ ഫ്രണ്ടുമായിട്ട് കളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. കുച്ചു ഉറങ്ങിയാലോ? കുച്ചുവിന് ഉറങ്ങുന്ന കാര്യം കുച്ചുവിന് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. എസ്പെഷ്യലി ഹോളിഡേയ്സിനൊന്നും പകൽ ഉറങ്ങുന്ന കാര്യം കുച്ചുവിന് ഒട്ടും ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ? കുച്ചുവിൻ്റെ ഫ്രണ്ട് കിടന്ന് ഉറങ്ങത്തില്ലടാ? From Cali, പാട്. From California to the Middle Island. ഞങ്ങളിങ്ങനെ കൈ പിടിച്ചോണ്ടാണ് സ്റ്റെപ്പ് ഇറങ്ങാറ് അല്ലേ കുച്ചു? This land is your land. This land is your land. From California to the island. Bye bye. I'll see you next time and you see me. കുച്ചുവിന്റെ ഫാദർ എവിടെ പോയി നോക്കട്ടെ. Let us see. കുച്ചുസ് ഫാദറിനെ കാണാനില്ല. എവിടെ പോയി? വീണ, where are you? Not here. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു കോഫി ഇട്ട് കുടിക്കാൻ തീരുമാനിച്ചു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീഫ് ഉണ്ടല്ലോ, കൊച്ചിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ 2-3 ട്രിപ്പായിട്ട് പല തവണ ബീഫ് കഴിച്ച് രസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം പതുക്കെ എന്തെങ്കിലും ചെറിയൊരു എക്സസൈസൊക്കെ ചെയ്യാം. ഡാൻസ് പ്രാക്ടീസിലോട്ട് കിടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേയുള്ള എൻ്റെ വാമപ്പാണ് നിങ്ങൾ കാണുന്നത്. മുന്നേ ഉണ്ടല്ലോ ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ സമയത്തേക്ക് എൻ്റെ വാമപ്പ് പരിപാടികളൊന്നും ചെയ്യത്തില്ലായിരുന്നു. നേരെ കയറി അങ്ങ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ മുട്ടിന് വേദനയൊക്കെ ചെറുതായിട്ട് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാമപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാമപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഞാൻ അതൊക്കെ ചെയ്ത് പതുക്കെ ഇനിയിപ്പം ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഉച്ചയ്ക്ക് കുറേ ചോറും ബീഫൊക്കെ കൂട്ടി കുറേ ഫുഡ് കഴിച്ചു. ഇങ്ങനെ കുറേ ചോറും ബീഫൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ആപ്പാടെ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സസൈസൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു ആശ്വാസമില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയിലോട്ട് ഞാൻ കിടക്കുകയാണ്. എക്സസൈസും എല്ലാം കഴിഞ്ഞു. ഞാൻ വേർത്ത് കുളിച്ചൊരു വഴിയായി. ഇനി ഞാൻ പോയി മുഖം കഴിയിട്ട് ഇനി അടുത്ത എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. സോ കം വിത്ത് മീ. അങ്ങനെ
ഇനി അടുത്ത ഞങ്ങൾ ഒരു നടത്തത്തിന് പോവാണ്. വി ആർ ഗോയിങ് ഫോർ വാക്കിംഗ്. ഒരു അരമണിക്കൂർ നടന്നിട്ട് വരാം. രാവിലെ തൊട്ട് കഴിക്കുകയും കാപ്പി കുടിക്കുകയും ജ്യൂസ് കുടിക്കുകയും ഇടയ്ക്കായപ്പോൾ എക്സസൈസ് ചെയ്തെങ്കിലും ഒരു ഈവനിങ് വാക്ക് വളരെ നല്ലതാണ്. കുച്ചുവാ വരുവാ വീണ് കുച്ചുവാ പാപ്പ പോന്ന് കംഫാസ് അമ്മ പോവാ നീ വാ. 13th വെഡിങ് ആനിവേഴ്സറി ഒരു ഡിന്നർ കഴിക്കാൻ പോയി. കുരിയച്ച വാ. 13th യെസ് നമ്മുടെ ഓരോടെ ബാർബിക്യൂ ചെയ്യണം. അടിപൊളി. അമ്മയും മക്കളും 2 മക്കള്. നേരെ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടിക്കും. നാക്കെന്തിനാ പുറത്തിട്ടിരുന്നു? 30 minutes. That's not fair. എന്താ I don't like 20 minutes. നിനക്ക് എത്ര If മിനിറ്റ്? you ആരാന്ന് വിചാരം? അങ്കമാലിലെ പ്രധാനമന്ത്രിയോ? കുച്ചുവാ. ചൊവ്വാഴ്ച ഉച്ച തൊട്ട് അംഗം തുടങ്ങുന്നതായി. ചൊവ്വാഴ്ച എനിക്ക് ബ്ലഡ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ബ്ലഡ് റിസീവ് ചെയ്യത്തുള്ളൂ. നാളെയാണ് എനിക്ക് മൊത്തം ഭയങ്കര എക്സ്പീരിയൻസ്. എപ്പോഴും ഞാൻ തന്നെയല്ലേ മാനേജ് ചെയ്യുന്നത്. ഇനി നീ എപ്പോഴും ഒന്ന് മാനേജ് ചെയ്ത് ഒരു സമയം പറയാമോ? തിങ്കളാഴ്ച നാളെ എക്സ്പീരിയൻറ്റ്. തിങ്കളാഴ്ച വെച്ചിട്ട് 48 hours വെക്കേണ്ടത്. ബുധനാഴ്ച ബാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റോണി ക്രീക്ക് പാർക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുള്ള പാർക്കാണിത്. ഇവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ വന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യും. ആ ഒരു ഫിഷിങ് ചെയ്യുന്നത് നോക്കി കുച്ചു അവിടെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നോളും. പിന്നെ ബിബിൻ, ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് നടക്കാനൊന്നും പോകാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ജിമ്മിൽ റീജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ബിബിൻ മിക്കവാറും ഇവിടെ വൈകിട്ട് നടക്കാനൊക്കെ വരാറുണ്ടെന്നാണ് ബിബിൻ പറയുന്നത്. നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുവാണോന്ന് എനിക്കിപ്പോൾ ചെറിയൊരു സംശയം ഇല്ലാണ്ടില്ല. എനിവേ ഗൈസ്, ഞങ്ങളപ്പം ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. You never run. You not what? There's another road. Tag, you're right. ടാഗ് വന്ന് റൺ ചെയ്യണം. ടാഗ് ചെയ്ത് റൺ ചെയ്യണം. ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യാതിരിക്കാൻ പറ്റും. If you don't do it, get a watch TV. 5 minutes, 30 minutes. No, Last 30 minutes of team. Hi guys. Hi my dear guys. അവിടെ നിൽക്കൂ guys. പോവല്ലേ guys. Okay, you want to leave this home. ബാബാ അതാ കൊച്ചിന്റെ കയ്യിരുന്നല്ലേ. വാ I'm leaving it. അതെടുത്തിട്ട് വാ പ്ലീസ്. അപ്പൊ ഞങ്ങള് Are we going home? വീട്ടിൽ പോവാ. നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ കാര്യമായിട്ടൊന്നും നടന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് നടന്ന് ഇവിടെ വന്നിരുന്നു. ഇവന് കുറച്ച് എന്തോ കള്ള നടത്തമൊക്കെ നടന്നുള്ളൂ. ശരിക്കുള്ള നടത്തമൊന്നും അല്ലായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബാബുച്ചു കാത്തിക്കും, ഫുഡ് കഴിക്കും, ഉറങ്ങും. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ തന്നെ കുറേ എന്തൊക്കെ ഞാൻ ഇന്നത്തെ കാഴ്ചകൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തൊക്കെ ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൺഡേ ഒന്നും ഒരുപോലല്ല. ചില സൺഡേസ് ഞങ്ങൾ പുറത്തു പോകും. ഇന്നൊരു കൈൻഡ് ഓഫ് എന്തൊക്കെ ചെയ്തു. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. കുറച്ചൊക്കെ മടി പിടിച്ചിരുന്നു, കുറച്ച് എന്തൊക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. പിന്നെന്താ, വേറെ ഒന്നും പറയാനില്ലല്ലോ. സോ ദാറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ. കുച്ചു ബൈ പറയുന്നുണ്ടോ? ഇങ്ങോട്ട് വാ. ഒരു കുച്ചു ഇന്നൊരു നമ്മുടെ വ്ളോഗിൻ്റെ ഒരു മെയിൻ കഥാപാത്രം ആയതുകൊണ്ട് കുച്ചുവിൻ്റെ വക ഒരു ബൈ. ബാ പറഞ്ഞോ. Bye. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറ. Bye.